ഇത് ശരിക്കും ഡിഫറന്റ് ആണല്ലോ. അവനത് മനസ്സിൽ കരുതിക്കൊണ്ട് അതിൽ പതിച്ച കല്ലിലേക്ക് നോക്കി. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. ഇതൊരു എമറാൾഡ് സ്റ്റോൺ അല്ലേ? ഓ, ഞാനിതെങ്ങനെ വിട്ടുകളഞ്ഞു? ഇതൊരു ഗ്രീൻ ടൂർമാലിനാണ്. ഇപ്പൊ മനസ്സിലായി ഈ വള എന്തുകൊണ്ടാണ് ഇത്ര അട്രാക്റ്റീവ് ആയതെന്ന്. ഈ വള ഗോത്രവർഗക്കാർക്ക് ധാരാളം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ആണിത്. പക്ഷേ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഈ കല്ല് എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ അവർ പറയുന്ന എല്ലാ വിശ്വാസങ്ങളും സത്യമാണെന്ന് തോന്നുന്നു. അവൻ ചിന്തിച്ചുകൊണ്ട് വള മെല്ലെ ടേബിളിൽ വെച്ചു. ആ പച്ചക്കല്ലിൽ നിന്നൊരു വെളിച്ചം വന്ന് അവനിൽ ഒരു പോസിറ്റീവ് എനർജി പ്രസരിപ്പിച്ചു. ഇതിനെപ്പറ്റി ആരോട് ചോദിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അവൻ ആലോചിച്ച് അവസാനം ഗൗരി വിശ്വനാഥിനെ ഓർത്തു. ഹെർബൽ മെഡിസിൻ, ഇൻഡ്യൂഷൻ, പോസിറ്റീവ് എനർജി എന്നൊക്കെ അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു. അങ്ങനെയെങ്കിൽ അവൾക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കാം. അവൻ ഒട്ടും വൈകാതെ ഫോൺ എടുത്ത് അവളെ വിളിച്ചു. രണ്ടാമത്തെ റിംഗിൽ തന്നെ അവൾ അറ്റൻഡ് ചെയ്തു. ഹേയ് ഋഷിൻ, എന്താ പെട്ടെന്നൊരു വിളി? എന്താ കാര്യം? പതിവില്ലാതെ അവന്റെ കോൾ കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. ഗൗരി, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ്, സഹായം വേണം. ഈ ഗ്രീൻ ടൂർമാലിൻ സ്റ്റോണിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? ഋഷിൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ ആ കല്ലുകളെ പറ്റി എന്തൊക്കെ കേട്ടിട്ടുണ്ട്. ചില കല്ലുകൾ നമ്മളെ ഫോക്കസ് ചെയ്യിപ്പിക്കും. അത് ധരിക്കുന്നതിലൂടെ നമുക്ക് ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ഇതുമൂലം പോസിറ്റീവ് എനർജി ലഭിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു. ഗൗരി അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നിട്ടും അവൾ പറഞ്ഞപ്പോൾ അവൻ ആദ്യമായി കേൾക്കുന്നത് പോലെ കേട്ടുനിന്നു. ശരി, പക്ഷേ ഗൗരി, എനിക്കിതിനെപ്പറ്റി കുറച്ചുകൂടി അറിയണം, ഋഷിൻ ആവശ്യപ്പെട്ടു. ഞാൻ എന്തിനു നിന്നോട് ഇതൊക്കെ പറയണം? ഗൗരി കളിയാക്കി തിരിച്ചു ചോദിച്ചു. ഗൗരി, എനിക്കിതിനെപ്പറ്റി അറിയണം. എന്റെ കയ്യിലൊരു വളയുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലൊരു കല്ലുണ്ട്. പക്ഷേ എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. പ്ലീസ് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാവോ? ഋഷി വീണ്ടും വീണ്ടും ചോദിച്ചു. ശരി, നീ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാം. നീ 1 മണിക്കൂറിനുള്ളിൽ LB ബാങ്കിലേക്ക് വാ, ഞാൻ അങ്ങോട്ടെത്താം. അങ്ങോട്ടെത്താമെന്ന് അവൾക്ക് വാക്കുകൊടുത്ത് ഫോൺ കട്ട് ചെയ്തപ്പോഴേക്കും നിഹാരിക ഡോറിൽ മുട്ടി അകത്തേക്ക് വന്നു. സർ, മീറ്റിംഗ് ഹാളിൽ എല്ലാവരും സാറിനെ കാത്തു നിൽക്കുന്നു. അവൾ അത് പറഞ്ഞതും അവൻ ശരിയെന്ന് തലയാട്ടി എഴുന്നേറ്റു. ഇരുവരും മീറ്റിംഗ് ഹാളിലേക്ക് പോയി. ട്രൈ മീഡിയ തന്റെ നിയന്ത്രണത്തിൽ വന്നതിന് ശേഷം ഋഷിൻ നടത്തുന്ന ആദ്യത്തെ വലിയ മീറ്റിംഗ് ആണിത്. അതുകൊണ്ട് തന്നെ അവിടെ ആർക്കും അവനെക്കുറിച്ച് വലിയ മതിപ്പുണ്ടായിരുന്നില്ല. മീറ്റിംഗ് ഹാളിൽ അവൻ കയറിയ ഉടനെ വൈസ് പ്രസിഡന്റ് പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു. ഋഷിൻ സർ, ഇതിൽ കൂടുതൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനി ഒരുപക്ഷെ നമ്മൾ ജയിച്ചാലും നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും, അദ്ദേഹം പറഞ്ഞു. ഷെയർ മാർക്കറ്റിൽ നടക്കുന്ന ഈ പ്രശ്നത്തിന് പിന്നിൽ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും പരിഭ്രാന്തിയിലായിരുന്നു. ഋഷിൻ തന്റെ കസേരയിലിരുന്ന് അവർ പറയുന്നതെല്ലാം ക്ഷമയോടെ കേട്ടു. എല്ലാം സംസാരിച്ചു തീർന്നതിന് ശേഷം ആ റൂമിലുള്ള എല്ലാവരെയും നോക്കി ചോദിച്ചു. എല്ലാവരും പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർന്നോ? അവൻ ചോദിച്ചു. സർ, നമുക്കിത് എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കണം, കൂട്ടത്തിൽ ഒരാൾ ആവുന്നത്ര കഠിനമായി പറഞ്ഞു. ശരി, ഇത് പറയാൻ അവരുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങി? ഋഷിൻ ശാന്തമായി ചോദിച്ചു. അത് കേട്ട് അവർ ഞെട്ടലോടെ പരസ്പരം നോക്കി. പിന്നീട് ആരും വായ തുറന്നില്ല. എല്ലാവരും കേൾക്കാനായി പറയുകയാണ്. ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിനോട് എതിരിടാൻ ആഗ്രഹിക്കാത്തവർ ദയവ് ചെയ്ത് പുറത്തു പോകും. നിങ്ങൾ ആരും തടയാൻ പോകുന്നില്ല, അവൻ പറഞ്ഞു. ആരും പ്രതികരിച്ചില്ല. എല്ലാവരും മിണ്ടാതിരുന്നു. അപ്പോ ആർക്കും ഈ തീരുമാനത്തോടൊരു വിരോധവുമില്ലെന്ന് തോന്നുന്നു, അവൻ ഗാംഭീര്യത്തോടെ ചോദിച്ചു. എന്നിട്ട് നിഹാരികയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു. ആവശ്യമായ ഫണ്ടുകൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള പൂർണ്ണ അവകാശം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. ആദ്യം ചെയ്യേണ്ടത് മാർക്കറ്റ് സ്റ്റഡി നടത്തുക. നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട പലതും കാണും. നന്നായി സ്റ്റഡി ചെയ്യുക, മനസ്സിലായോ? ഋഷിൻ ചോദിച്ചു. അവൾ ശരിയെന്ന് തലയാട്ടി. മറ്റുള്ളവർ അവൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കൂ, നിങ്ങളെല്ലാവരും ഇപ്പോൾ എന്നെ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഞാനാണ് ഈ കമ്പനിയുടെ ഓണർ. അതിനാൽ തന്നെ എന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പേടിക്കണ്ട. ബിസിനസ്സിൽ വിജയപരാജയങ്ങൾ സ്ഥിരമാണ്. പക്ഷേ ഒരു പരാജയം വരുമ്പോൾ അതിനെ നേരിടുന്നതിന് പകരം നിങ്ങൾ മരിക്കുമെന്ന ഭയം നിങ്ങൾക്ക് വന്നാൽ അതാണ് അപകടം. അതിനാണ് അവർ ശ്രമിക്കുന്നത്. എനിക്കിതിൽ തീരെ ഭയമില്ല. കാരണം ഇതിലും മോശമായ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞാണ് ഇവിടെ എത്തിയത്. അതിനാൽ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്ന് എനിക്കറിയാം. അത് കൂടാതെ ഈ കമ്പനിയെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ചെയ്തിരിക്കും. ഋഷിൻ അവർക്ക് വാക്കുകൊടുത്തു. ഋഷിന്റെ കോൺഫിഡൻസ് നിറഞ്ഞ പ്രസംഗം അവരിലും ഒരു ആത്മവിശ്വാസം പകർന്നു.
അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങളെ നല്ലൊരു സാഹചര്യത്തിൽ മീറ്റ് ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇനിയും സമയം കിട്ടും. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അന്ന് നമ്മുടെ കമ്പനിയുടെ ഡെവലപ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ തൽക്കാലം നമുക്ക് പിരിയാം. അവൻ എല്ലാവരോടുമായി പറഞ്ഞു. അത് കേട്ടതോടെ എല്ലാവരും മീറ്റിംഗ് ഹാളിൽ നിന്നും പിരിഞ്ഞുപോയി. സത്യത്തിൽ നിഹാരികയ്ക്ക് കൺമുന്നിൽ സംഭവിച്ചതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മീറ്റിംഗിന് കയറുമ്പോൾ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാകുമെന്ന് അവൾ ഭയപ്പെട്ടിരുന്നു. പക്ഷെ 5 മിനിറ്റിനുള്ളിൽ അവൻ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തുപോയി. തീർച്ചയായും അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ഇത്തരമൊരു സാഹചര്യം വേറെ ആർക്കെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർക്കിടയിൽ പെട്ടുപോയനെ. പക്ഷേ ഋഷൻ സാർ ഇത് ഭംഗിയായി ഡീൽ ചെയ്തു. ഒരാളെയും എതിരിൽ നിർത്താതെ നന്നായി സംസാരിച്ച് കാര്യങ്ങൾ ഒതുക്കി. റിയലി ഹീസ് ഗ്രേറ്റ്. അവൾ തന്റെ ബോസിനെ കുറിച്ച് അഭിമാനത്തോടെ ഓർത്തു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഋഷി ഗൗരി പറഞ്ഞ LB ബാങ്കിന് മുന്നിൽ കാർ നിർത്തി പുറത്തിറങ്ങി. കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഷെയർ മാർക്കറ്റിൽ സംഭവിച്ച മാറ്റം പൊതുജനങ്ങളും അറിഞ്ഞിരുന്നു. അതിനാൽ തന്നെ പരിഭ്രാന്തരായ പലരും പണം പിൻവലിക്കാൻ വന്നതിനാൽ ബാങ്കിൽ നല്ല തിരക്കായിരുന്നു. ഋഷൻ നേരെ പോയത് VIP ഏരിയയിലേക്കാണ്. ഗൗരിയെ അവിടെ എവിടെയെങ്കിലും കാത്തിരിക്കാമെന്ന് അവൻ കരുതി. അവിടെ ചെന്നപ്പോൾ അവന്റെ മുന്നിലേക്ക് ഒരു സ്റ്റാഫ് വന്നു. പറയൂ സർ, നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത്? അവൾ ചോദിച്ചു. ഋഷിൻ അവളോട് സാധാരണ മട്ടിൽ പറഞ്ഞു, എനിക്ക് ഹെൽപ്പൊന്നും വേണ്ട, താങ്ക്സ്. ഞാൻ ഇവിടെ വന്നത് ഒരാളെ നോക്കാനാണ്. അവൻ അത് പറഞ്ഞതും ആ പെൺകുട്ടിയുടെ മുഖം മാറി. അങ്ങനെയാണോ? ഈ ഏരിയ VIP കസ്റ്റമേഴ്സിനായി റിസർവ് ചെയ്തതാണ്. നിങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ പുറത്തുപോയി കാത്തിരിക്കൂ. പെൺകുട്ടി രൂക്ഷമായ മുഖത്തോടെ പറഞ്ഞു. അതിന് ഞാനിവിടെ ആരെയും ശല്യപ്പെടുത്തിയിട്ടില്ലല്ലോ. എന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാണ്. അതിനെന്താ പ്രശ്നം? ഋഷിൻ പുരികമുയർത്തി ചോദിച്ചു. എവിടെ പോയാലും ഇതുപോലെ പണക്കാർ, VIP-കൾ, വലിയവർ, അവർക്ക് മാത്രം കിട്ടുന്ന പ്രാധാന്യം അവനെ പ്രകോപിപ്പിച്ചു. ഈ പണമൊന്നുമില്ലാതെ സാധാരണക്കാരനായി നടന്ന ഋഷിനെ അവൻ ഓർത്തു. ആ സമയം അനുഭവിച്ച അപമാനങ്ങളും. ഈ ഭാഗത്തൊരു സാധാരണക്കാരനായ ഒരാൾ വന്നാൽ എന്താ പ്രശ്നം? അവനിൽ ഒരു ചോദ്യമുയർന്നു. അവൻ അത് ആ പെൺകുട്ടിയോട് ചോദിച്ചു. അവൾ പക്ഷേ മറുപടി ഒന്നും പറയാതെ നിസ്സംഗതയോടെ അവനെ നോക്കി. ഋഷിന് ദേഷ്യം വന്നു. ഓക്കെ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ എനിക്കിവിടെ നിൽക്കാമോ? അവൻ ചോദിച്ചു. സർ, റെഗുലർ കസ്റ്റമർ ഏരിയയിൽ പോയാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ ചെയ്തു തരും. അവളുടെ സംസാരത്തിന്റെ ടോൺ മാറിയിരുന്നു. അവൾ ആദ്യം കരുതിയത് ഋഷിൻ ഒരു VIP ആണെന്നാണ്. അതുകൊണ്ട് അവൾ കുറച്ച് ബഹുമാനം കൊടുത്തു. പക്ഷേ ഋഷിൻ അതിനെപ്പറ്റി ഒന്നും പറയാതെ മറ്റെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒരു സാധാരണക്കാരനാണ് എന്ന നിഗമനത്തിൽ അവൾ എത്തിയിരുന്നു. പറ്റില്ല, എനിക്ക് കുറച്ച് ക്യാഷ് എടുക്കണം. ഋഷിൻ വീണ്ടും പറയുന്നത് കേട്ട് അവൾ പ്രകോപിതയായി. സർ, എന്താ സർ നിങ്ങൾ ഇത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്? ബാങ്കിന് മുന്നിൽ ATM ഉള്ളത് കണ്ടില്ലേ? അവിടെ പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യാഷ് എടുക്കാം. അല്ലാതെ ഇവിടെ വന്ന് മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കരുത്. അവൾ കർശനമായി പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് ഋഷിന്റെ മുഖം ചുളിഞ്ഞു. അവൻ മനസ്സിൽ വിചാരിച്ചു, എന്തിനാ ഇവൾ ഇത്ര പരുഷമായി പെരുമാറുന്നത്? കസ്റ്റമർ സർവീസ് കൊടുക്കലാണ് അവരുടെ ജോലി. പക്ഷേ അതുപോലും ആളുകളെ നോക്കി വിലയിരുത്തിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവൻ വീണ്ടും പറഞ്ഞു, ഞാൻ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം മാഡം. ഞാൻ ആരെയും ശല്യപ്പെടുത്തില്ല. നിങ്ങൾക്ക് ആരെങ്കിലും വെയിറ്റ് ചെയ്യണമെങ്കിൽ പുറത്തുപോയി കാത്തിരിക്കൂ. VIP-കൾ ഒഴികെ ആർക്കും ഇവിടെ ഇരിക്കാൻ അനുവാദമില്ല. അവളുടെ സംസാരം കേട്ട് ദേഷ്യം വന്ന ഋഷിൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് സ്വയം നിയന്ത്രിച്ചു. എക്സ്ക്യൂസ് മീ, എനിക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 2 കോടി പിൻവലിക്കണം. അതിന് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഋഷിൻ പോക്കറ്റിൽ നിന്ന് തന്റെ ബ്ലാക്ക് കാർഡ് എടുത്ത് അവളെ കാണിച്ചു. ആ കാർഡ് നോക്കിയ പെൺകുട്ടി വീണ്ടും പരിഹാസത്തോടെ പറഞ്ഞു, കൊള്ളാം, ഇതിലൊരു പേര് പോലുമില്ല. ഇതൊരു ബാങ്ക് കാർഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കണോ? നിങ്ങൾ മനഃപൂർവ്വം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? അവൾ ദേഷ്യത്തോടെ ആ കാർഡ് വലിച്ചെറിയാൻ പോയി. അപ്പോൾ ആ ഭാഗത്തേക്ക് വന്ന ബാങ്ക് മാനേജർ ഞെട്ടലോടെ കാർഡിലേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ കാലുകൾ ഒരു നിമിഷം ശക്തി ക്ഷയിച്ച പോലെ വിറച്ചു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.